Hello? That was quite unpredictable. NRI billionaire. UK's financial wizard. ഓരോ സീസണിലും മാറി മാറി താമസിക്കാൻ വിന്റർ ഹൗസും സമ്മർ ഹൗസും ഒക്കെയുള്ള പ്രകാശ് റോയ് താമസിക്കുന്ന സ്ഥലം കൊള്ളാം. മുറികൾക്കാണോ ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്കാണോ പ്രാധാന്യം? താൻ ഇരിക്കൂ. താൻ അതൊക്കെ എടുത്ത് അലങ്കോലപ്പെടുത്താതെ പിന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. പിന്നെ ഇപ്പൊ ഇത് ജ്വല്ലറി ഷോറൂം പോലെയാണല്ലോ. ഈ സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചു? 10 പൗണ്ട് ഉണ്ടെങ്കിൽ ലണ്ടനിൽ എന്ത് നടക്കുന്നല്ലേ? അന്വേഷിക്കുന്നത് പ്രകാശ് റോയ് ആയതുകൊണ്ട് പൗണ്ട് അല്പം കൂടുതലായി. അപ്പൊ എന്റെ ട്രെയിനിങ് ഫലിക്കുന്നുണ്ട്. ഇതെന്റെ ക്ലാസ് അല്ലേ? അതിപ്പോ എന്റെ ക്ലാസ് അവിടെ വെക്ക്. ഇതെന്താ? കാപ്പി. അപ്പൊ മനുഷ്യന്മാർ കുടിക്കുന്നതൊക്കെ കുടിക്കാറുണ്ടല്ലേ? ഇരിക്കേ. ചിയേഴ്സ്. ഇതില് പഞ്ചസാര ഇട്ടിട്ടില്ല. ഇറ്റ്സ് വൈറ്റ് പോയിസൺ. അത് ഉപയോഗിക്കാനേ പാടില്ല. ഇത് വളരെ ഹെൽത്തിയാണ്. കുടിക്കൂ കുടിക്കൂ. അപ്പൊ താൻ ഓഫീസിലേക്ക് പോകില്ലേ? വീക്കെൻഡ് ആണ്, ഹോളിഡേ. ഞാൻ കരുതി ഔട്ടർ ലണ്ടൻ ചുറ്റി കാണാന്ന്. ഗുഡ്. ഞാൻ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പറഞ്ഞുതരാം. പറയണ്ട, നമുക്ക് ഒരുമിച്ച് പോവാം. അത് ശരിയാവില്ല. അതെന്താ, വേറെ തിരക്കുണ്ടോ? എനിക്ക് താല്പര്യമില്ല. തനിക്ക് വേണേ താൻ പോയിക്കോ. £50,000? 50 ലക്ഷം രൂപ. ആർക്കാണ് ഈ ചെക്ക്? ആർക്കും ആയിക്കോട്ടെ, അതോടെ നോക്കി. കീപ് ഇറ്റ് ദാറ്റ്. അല്ലെങ്കിൽ താനെടുത്തോ. എനിക്ക് വേണ്ട. താനും ഫ്രീ അല്ലേ? ഒരു ഹെൽപ്പ് ചെയ്യാവോ? ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്ത്? തനിക്ക് ചെക്ക് വേണം? അല്ല, ഔട്ടർ ലണ്ടൻ. ശരി. ജസ്റ്റ് വൺ കണ്ടീഷൻ. എന്താ? നമ്മൾ ബസ്സിൽ പോകും. കാർ എനിക്ക് മതിയായി.
ഓക്കെ. എങ്കിൽ ഞാൻ ചെയ്യാം. പണം കൊടുത്ത് നന്ദിയും പുണ്യവും വാങ്ങാൻ തൽക്കാലം പ്ലാനില്ല. ആ വഴിക്കല്ല ഞാൻ പോകുന്നു. പിന്നെ എങ്ങോട്ടാണാവോ? എല്ലാവർക്കും ലക്ഷ്യത്തിലെത്തുമ്പോൾ യാത്ര അവസാനിക്കും. പക്ഷേ എനിക്ക് അവസാനമാണ് ലക്ഷ്യം, ദി എൻഡ്. എങ്കിലും ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കേണ്ടിരുന്നില്ല. അവർക്ക് പണമായിരുന്നു ആവശ്യം, അതവർക്ക് കിട്ടി. സെറ്റ്. അവരുടെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. പണത്തിന് ആശ്വസിപ്പിക്കാൻ മാത്രമേ കഴിയൂ, ഒരിക്കലും സന്തോഷിപ്പിക്കാനാവില്ല. ആ, ഫിലോസഫിയിലല്ല ശരിയാണ്. പക്ഷേ എന്തു പക്ഷേ? പണം ഒരു ടൂളാണ്. ചില കാര്യങ്ങൾക്ക് അത്യാവശ്യമുണ്ട്, അത് കഴിഞ്ഞാൽ അതിന് യാതൊരു വാല്യൂ ഇല്ല. ഓഹോ, പണമില്ലായിരുന്നെങ്കിൽ പ്രകാശ് റോയ് ആരായിരിക്കും? പണമില്ലെങ്കിലും പ്രകാശ് റോയ് തന്നെയായിരിക്കും. പ്രൂവ് ഇറ്റ്. ഇന്ന് ഇതുവരെ വിതൗട്ട് എ സിംഗിൾ പെനി ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്തു. എനിക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ള ആഹാരം ഞാൻ കഴിച്ചു. പിന്നെ വേറെ എന്തൊക്കെ വാങ്ങിച്ചില്ലേ? അതെന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നോണ്ടല്ലേ. അതും ഇല്ലെങ്കിലോ? ഞാൻ കാണിച്ചു തരാം. ആ പഴ്സിങ് എടുത്തേ. പേഴ്സോ? ഓ ഹെവി. പണമില്ലാത്ത പ്രകാശ് റോയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തരാം. വാ. പ്രകാശ്, കല്യാണം? നോ വേ. കല്യാണം വേണ്ട, എനിക്ക് ഫ്രീഡമാണ് വേണ്ടത്. എന്താ, കല്യാണം കഴിക്കുന്നവരൊക്കെ അടിമകളാണ്. അടിമകളാവണമെന്നില്ല, പക്ഷേ ഒരിക്കലും ഉടമകളാവില്ല. ഫോർ എക്സാമ്പിൾ ടൈം. കുറച്ച് നേരം വൈകി നിൽക്കട്ടെ. നമ്മളിങ്ങനെ വീട്ടിൽ പോവും. തനിക്കല്ലേ ഫ്രീഡം വേണമെന്ന് പറഞ്ഞത്? എൻജോയ് ഇറ്റ്. പ്രകാശ്, ലെങ്ത് ബ്രെഡ്ത്ത് എല്ലാം കറക്റ്റാണ്. എന്ത് എന്താ ഇത്? നേരെ ഒരുപാടായി, നമുക്ക് രാവിലെ പോവാം. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചേക്കണേ, ലേറ്റാകരുത്. ഹലോ. പ്രകാശ്, നോക്ക്. It's beautiful. Anybody there? Anybody there? ഉണ്ട്. ഒരു മന്ത്രവാദിനിയും ഒരു രാക്ഷസനും. ഒരു രാക്ഷസനുണ്ടെന്ന് എനിക്കും തോന്നുന്നുണ്ട്. എന്തൊരു ഭംഗിയാ. ക്വീൻ എലിസബത്തിന്റെ കൊട്ടാരത്തിലെത്തിയ പോലെ. കൊട്ടാരം തന്നെയാ. മാർലോ, സ്പെൻസർ, ഷേക്സ്പിയർ. Hast thou wept thy soul away twice, once in mirth and once in sorrow? ദൈവം മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യമാണ്. ആത്മാവിനെ തൊടും പോലെ നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? ഒരിക്കൽ ദുഃഖിച്ചും ഒരിക്കൽ സന്തോഷിച്ചും. ദൈവമേ, സാഹിത്യം സാഹിത്യം. പറയൂ മിസ്റ്റർ പ്രകാശ് റോയ്, നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? ചെറിയ കുട്ടിയായിരുന്നപ്പോ എന്ത് നഷ്ടപ്പെട്ടാലും കരയുമായിരുന്നു. അമ്മ കണ്ടെത്തി തരുമെന്ന് പ്രതീക്ഷിച്ചു. നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ ആർക്കും കഴിയില്ലാന്ന് തിരിച്ചറിഞ്ഞതോടെ കരയാനുള്ള കഴിവും എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോ ആർട്ടിഫിഷ്യലായിട്ട് കരയാൻ ശ്രമിച്ചാൽ പോലും പറ്റുന്നില്ല, മറന്നുപോയി. ഞാൻ എന്താ കേൾക്കുന്നത്? പ്രകാശ് റോയ്ക്കും സെന്റിമെന്റ്സ്. പല നക്ഷത്രം താഴെ വന്നിട്ടുണ്ടോ? നോക്കട്ടെ. എന്ത് നക്ഷത്രം? കേട്ടിട്ടില്ലേ? മിറക്കിൾസ് നടക്കുന്ന സമയത്തെല്ലാം നക്ഷത്രങ്ങൾ താഴെ വരും. മനുഷ്യനെ പറ്റിക്കാൻ കണ്ടുപിടിച്ചൊരു സൂത്രമാണ് ഈ മിറക്കിൾ. ബെഡ് ടൈം ആയി, ഗോ ടു സ്ലീപ്പ്. കണ്ണടച്ച് കിടന്നത് കൊണ്ട് ഉറങ്ങണമെന്നില്ലല്ലോ. എന്താ നിന്റെ കുഴപ്പം? ഉറങ്ങാൻ സമ്മതിക്കില്ലേ? പാതിരാത്രി സിനിമ ഡയലോഗായിട്ട് ഇറങ്ങിയിരിക്കുന്നു. പോയി കിടന്നുറങ്ങടി. Good night. Good night.
പ്രകാശ്. 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 ഇത്ര താഴ്ചയുള്ളൂ. എന്താ പോരെ? ചാടി മരിക്കാനാണെങ്കിൽ പോരാ. കുറച്ച് ആഗ്രഹങ്ങളുടെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാലൊന്ന് മരിച്ചു നോക്കാം. അതിനൊരു ദിവസമുണ്ട്, സ്പെഷ്യൽ ഡേ. അതുകൊണ്ട് ഇപ്പം ചാടുന്നില്ല. ഞാനും കൂടി അങ്ങോട്ട് വരട്ടെ. എന്തിനാ, ചാടാനാണോ? ഏയ് അല്ല, അവിടെ നിന്നൊന്ന് കാണാൻ. വീണാലും മരിക്കാനുള്ള താഴ്ചയൊന്നുമില്ലടോ. ആ, അധികം നേരം ഇവിടെ നിൽക്കണ്ട. ഒരുപാട് ദൂരമുണ്ട് ലണ്ടനിലേക്ക്. വാ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. Thank you. It's been a pleasure. When do I meet you again? Oh, one second. Just a minute. Thank you for the All favor. right, thank you. ബോസ്? ആ, പേഴ്സ് അപ്പൊ എന്റെ ബോസ്? അത് പോയി. ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. ഇതിലും വലിയതെന്തോ വരാനിരുന്ന. അപ്പൊ നമുക്ക് പിരിയാം. പ്രകാശ്, താങ്ക്സ്.